അസ്സലാമു അലൈക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും അമലുകളുടെ സ്വീകാര്യത നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, തീർച്ചയായും ഏതൊരു മനുഷ്യനും അവൻ കരുതിയത് ലഭിച്ചേക്കാം, കരുതിയത് ലഭിക്കാവുന്നതാണ്, അവൻ ഉദ്ദേശിച്ചത് ലഭിച്ചേക്കാം. എന്നാൽ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരാൾ ഹിജ്റ ചെയ്യുന്നത്, അവൻ പലായനം ചെയ്യുന്നത് ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹിജ്റ കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതിയാണെങ്കിൽ അതവന് കരഗതമാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു സ്പിരിച്വൽ ഗോൾ, ആത്മീയമായ ലക്ഷ്യമാണ് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ എത്തിയ സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വളരെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഈ മദീനയിലെത്തിയത്. പക്ഷേ നിങ്ങളുടെ നിയ്യത്ത് സംശുദ്ധമാണെങ്കിൽ, നിയ്യത്ത് ശരിയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതിക്ക് വേണ്ടിയാണ് ഇവിടെ വരെ വന്നതെങ്കിൽ, നിങ്ങൾക്ക് ആത്മീയമായ ആ ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നേരെ മറിച്ച് വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുന്യാ യുസീബുഹ, ഐഹികമായ നേട്ടം നേടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് നിങ്ങൾ ഈ മദീനയിലേക്ക് ഹിജ്റ വന്നത്. അല്ലെങ്കിലോ അവിംറാത്തിൻ യൻകിഹുഹ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണോ നിങ്ങളിൽ ആരെങ്കിലും വന്നത്, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതി ലഭിക്കണമെന്നില്ല, ലഭിക്കില്ല. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവൻ്റെ ഹിജ്റ, അവൻ ഏതൊരു ലക്ഷ്യം വെച്ചാണോ ഹിജ്റ വന്നത് അത് അവനക്ക് നേടാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി അവനക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഏതൊരു സൽക്രമമാണെങ്കിലും, നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, പഠനം, അധ്യാപനം തുടങ്ങിയ ഏത് മേഖലയാണെങ്കിലും അവിടൊക്കെ നിയ്യത്ത് ഒന്നാമത് ശരിയാണ്. അമലിൻ്റെ ശരീരമെന്ന് പറയുന്നത്, ഏതൊരു ഇബാദത്തിൻ്റെയും ശരീരമെന്ന് പറയുന്നത് അത് ആ പ്രവൃത്തിയാണ്. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം, നിസ്കാരത്തിൻ്റെ ശരീരമെന്ന് പറയുന്നത് അതിലെ റുക്കൂഉം സുജൂദും ഇഅ്തിദാലും ഒക്കെയാണ്. എന്നാൽ അതിൻ്റെ ആത്മാവ് നിയ്യത്താണ്. അപ്പോൾ ശരിയായ നിയ്യത്തില്ലെങ്കിൽ അവൻ്റെ അമൽ ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തെ പോലെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ നിയ്യത്ത് ക്ലിയറാക്കണം, എന്നിട്ടാണ് അമൽ നിർവഹിക്കേണ്ടത്. അൽ അമലു സൂറത്തുൻ വന്നിയ്യത്തു റൂഹ്, അമൽ രൂപമാണ്, ആ കർമ്മമെന്ന് പറയുന്നത് അത് രൂപമാണ്, നിയ്യത്തോ അത് ആത്മാവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ആദ്യ പരിഗണന വേണ്ടത്, അമൽ ചെയ്യുന്നതിന് മുമ്പ് അവൻ നിയ്യത്തിനെ ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാ സൽക്രമങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിക്ക് വേണ്ടി നിയ്യത്ത് ക്ലിയറാക്കി ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.